പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ജനകീയ ബജറ്റാകും ഇതെന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ जन भागीदारी का एक जन आंदोलन खड़ा कर करके 2047 के सपने को पूरा करने के लिए हम पूरी ताकत लगाए। मुझे आज बहुत दुख के साथ कहना है कि 2014 के बाद कोई सांसद 5 साल के लिए आए, कुछ सांसदों को 10 साल के लिए मौका मिला, लेकिन बहुत से सांसद ऐसे थे जिनको अपने क्षेत्र की बात करने का अवसर नहीं मिला। अपने विचारों से संसद को समृद्ध करने का अवसर नहीं मिला। ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, അതായത് ഈ നോട്ട് നിരോധനത്തിൻ്റെയും GSTയുടെയും ഒക്കെ ആഘാതങ്ങൾ സംസ്ഥാനങ്ങളിൽ അടക്കം അലയടിക്കുന്നു, രാജ്യത്താകെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് 2024 പുതിയ മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിലേക്ക്, ഒരു പൂർണ്ണ ബജറ്റിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളായി പറയാനാകുന്നത്? പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൂടി ഉദ്ധരിച്ച്. അജിംഷാദ്, പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് അല്പം മുന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. മോദി ചൂണ്ടിക്കാട്ടിയത് ഇത്തവണത്തെ ബജറ്റ് എന്ന് പറയുന്നത് ജനകീയ ബജറ്റ് ആയിരിക്കും, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് ആയിരിക്കും ഇത്തവണ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ അമൃതകാലത്തെ ഒരു സുപ്രധാന ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാവുക എന്നൊരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റൊരു കാര്യം, പ്രതിപക്ഷത്തെ കൂടി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. കാരണം ചില പ്രതിപക്ഷ പാർട്ടികൾ നെഗറ്റീവ് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്, പാർലമെന്റിന്റെ സമയം പാഴാക്കുകയാണ് ചില പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്. അതൊക്കെ വിട്ടുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് നരേന്ദ്രമോദി അല്പം മുന്നേ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതോടൊപ്പം സഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം നീറ്റ് വിഷയം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അതിൽ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അല്പം മുന്നേ ചൂണ്ടിക്കാട്ടിയത് വലിയ തോതിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ധർമ്മേന്ദ്ര പ്രധാൻ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം പ്രതിപക്ഷം ഈ നീറ്റ് വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് പറഞ്ഞത് ചെറിയ തോതിലുള്ള വാക്ക് തർക്കത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ഒരുപക്ഷെ ഈ വളരെ ജസ്റ്റ് പാസ്സായ കുട്ടികൾക്ക് വരെ 700 മാർക്കുകൾ ഗുജറാത്തിൽ നിന്നൊക്കെ രേഖപ്പെടുത്തിയ പല ഘട്ടങ്ങളുമുണ്ട് ഈ ദേശീയ പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്. ഇങ്ങനെയുള്ള പുതിയ വിവരങ്ങൾ കൂടി ഒരുപക്ഷെ പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. അതുകൂടി ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ ഉത്തരം ഒരുപക്ഷെ ആ അർത്ഥത്തിൽ കൂടി പ്രതിപക്ഷത്തെ പ്രകോപിതമാക്കിയേക്കാം. അജിംഷാദ്, തീർച്ചയായിട്ടും നീറ്റ് വിഷയം ശക്തമായി തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ലോക്സഭയിൽ ഉയർത്തിക്കാട്ടുന്നത്. നീറ്റ് വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ലോക്സഭയിൽ ഇപ്പോൾ ഈ ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. നിലവിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയത് പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും വലിയ തോതിലുള്ള ചോദ്യപേപ്പർ ചോർച്ച നടന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ല, UPA സർക്കാരായിരുന്നു നീറ്റ് കൊണ്ടുവന്നത് എന്നുള്ള ചില വിശദീകരണങ്ങൾ മാത്രമാണ് നൽകിയത്. നിലവിൽ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഈ നീറ്റ് ഇഷ്യൂയിൽ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അജിംഷാദ്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ. വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ പാർലമെന്റിലെയും ബജറ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി നൽകിയത്.